നിങ്ങൾക്കായിരുന്നല്ലോ ഈ പൂജ നടത്താൻ ഏറ്റവും കൂടുതൽ നിർബന്ധം. എന്നിട്ട് നിങ്ങൾ അനുസരണക്കേട് കാണിച്ചാൽ എങ്ങനെയാ? അമ്മ, ഈ കുടുംബം ഇനി നേരെ ചുവയെ പോണെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ചേ പറ്റൂ. ചെന്നിരിക്കവിടെ. അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? ഞങ്ങൾ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ആത്മാവ് ഒഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബലമായി അവരെ പിടിച്ചിരുത്തും. പൂജാരി പറഞ്ഞത് കേട്ടില്ലേ? ആ രണ്ടുപേരും അവിടെ ഇരുന്നേ. അവരെ പിടിച്ചങ്ങ് രണ്ടുപേരും അവിടെ ഇരുന്നോണം. തിരുമേനി ഇനി എന്താന്ന് വെച്ചാ അങ്ങോട്ട് ചെയ്തോളാം. എടോ, തനിക്ക് നീ എത്ര കാശാ വേണ്ടത്? എത്രയെന്ന് വെച്ചാ ചോദിച്ചാ മതി, എനിക്ക് തരാൻ പറ്റും. ചോദിക്ക്, എത്ര വേണമെന്ന്. കേട്ടോ? അതെ തിരുമേനി, ഈ മരിച്ചുപോയ പ്രിയങ്ക ഉണ്ടല്ലോ, പണത്തിനോട് വല്ലാത്ത ആർത്തിയുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ടായിരിക്കും പ്രിയങ്കയുടെ ആത്മാവ് ശരീരത്തിലുള്ളപ്പോ ഏട്ടത്തി അങ്ങയോട് പോലും കാശിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിലപേശലും നമ്മളെ അടുത്ത് നടക്കില്ല. പ്രേതാത്മാവിനെ ഒഴിപ്പിക്കാനാണ് നാം വന്നിട്ടുള്ളതെങ്കിൽ അത് ഒഴിപ്പിച്ചിട്ടേ നാം മടങ്ങൂ. അതേ പാടുള്ളൂ. കള്ളസ്വാമി, കുഴപ്പമില്ല. എന്താ ഇത്? കള്ളസ്വാമി, അച്ഛാ, ഇയാളെ കള്ളസ്വാമിയാ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. മുത്തശ്ശി, അമ്മേ, ഒഴിഞ്ഞു പോകുന്നുണ്ടോ? പത്മിനി, പൂജാരിയോട് ധിക്കാരം പറയുന്ന കേട്ടില്ലേ? ഉർവശി, നീ അടങ്ങിയിരിക്കവിടെ. അമ്മേ, തിരുമണി, വെറുതെ ഞങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട. ഞങ്ങളെ ശരിക്കും അറിയില്ല. ആത്മാവ് ഇളകി തുടങ്ങി. അതാണ് ഭീഷണിയുടെ സ്വരം. വരുൺ,